ഹലോ, ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോണത് പാവയ്ക്ക തീയലാണേ. അപ്പോൾ 2 വലിയ പാവയ്ക്കാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായി യോജിപ്പിച്ച് വയ്ക്കാം. ഇങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോൾ കയ്പ്പ് കുറച്ച് കുറവായിരിക്കും കേട്ടോ. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി ഞാൻ നന്നാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി ചൂടുവെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി കറി വയ്ക്കാനായിട്ട് തുടങ്ങാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാവയ്ക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ ജ്യൂസ് പോകുമ്പോൾ കയ്പൊന്നും കൂടെ കുറഞ്ഞ് കിട്ടുമേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളവും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പിട്ട് കൊടുത്താണ്. കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് വേകുന്ന സമയത്ത് നമുക്ക് വറവിനായിട്ട് തേങ്ങയും അതിലേക്ക് 2 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും 1 കഷ്ണം കായം കൂടി ഇട്ട് ഞാൻ വറുക്കാനായിട്ട് വെച്ചു. തേങ്ങ കുറച്ച് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കും. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അത് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കേട്ടോ ഞാൻ പൊടികളിട്ട് കൊടുത്തത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകേ. അത് മൂത്ത് വന്നു. ഇനി നമുക്ക് ജാറിലേക്ക് അരക്കാനായിട്ട് എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെന്തിരിക്കുന്ന പാവയ്ക്കയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചാറിനാവശ്യമായി ഞാൻ ചൂടുവെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് നന്നായി കുറുകി തിളച്ച് വരുന്നത് വരെ, എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇനി ഇതിൽ വറവിനാവശ്യമായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി വന്നപ്പോൾ കടുകിട്ട് കൊടുത്തു. അതിലേക്ക് ചെറിയ ഉള്ളിയും ഉണക്കമുളകും വേപ്പിലയിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്തു. ഇനി 1 കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കറികളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.